ആരൊക്കെയോ എവിടെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ഒരു ഇബാദത്തെടുക്കുമ്പോൾ അതിലേതെങ്കിലും ഒരു മഹാന്റെ സ്മരണ വന്നുപോയാൽ അവിടെ ഷിർക്ക്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് കഅബാലയത്തിന്റെ പരിസരത്തേക്ക് പോലും ചെല്ലാൻ കഴിയില്ല. ഹജ്ജിന്റെ ഒരു അമലുമായും അവർക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. എങ്ങനെയാ സുഹൃത്തുക്കളെ അവർ ബന്ധപ്പെടുന്നത്? കഅബാലയം കാണുമ്പോൾ ഈ ഒരു സംഭവം ഓർക്കാതിരിക്കാൻ കഴിയുമോ? പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യുമ്പോൾ അതിനുശേഷം മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതിനുശേഷം പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ പാനജലം സംസം കുടിക്കുമ്പോൾ ഒക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കൂടിയെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം പരിശുദ്ധമായ കഅബാലയം പടുത്തുയർത്തി. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ ആ കർമ്മം നിർവഹിച്ചതിനു ശേഷം പെട്ടെന്ന് മൂടും തട്ടി പൊടിയും തട്ടി അവരങ്ങ് പോവുകയല്ല ചെയ്തത്. ഇതാ ഞങ്ങളോട് പറഞ്ഞ പണി ചെയ്തിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. അതല്ല, അല്ലാഹു തആല ഏൽപ്പിച്ച പരിപാവനമായ ഒരു കൃത്യം നിർവഹിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ അത് സമർപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ അല്ലാഹ്. നീ നിർദ്ദേശിച്ചതനുസരിച്ച് പരിശുദ്ധമായ ഈ ഭവനത്തിന്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ, കുറവുകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണം. ഞങ്ങളിൽ നിന്ന് ഈ മഹത്തായ കർമ്മം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊരു വലിയ പാഠമാണ് സുഹൃത്തുക്കളെ. അല്ലാഹു തആല എന്തിനാണ് ഈ സംഭവം ഉദ്ധരിച്ചത്? ഏതൊരു അമല് ചെയ്താലും ഏതൊരു കർമ്മം ചെയ്താലും ആ കർമ്മത്തിന്റെ സ്വീകാര്യത്തിനായി അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. സാധാരണ ചില ആളുകളുണ്ട്, നിസ്കരിക്കും, സമയം വളരെ കുറവാ, ബിസിയാ അവർക്ക്. എങ്ങനെയെങ്കിലും ഒന്ന് ചെന്ന് തട്ടിക്കൂട്ടി പെട്ടെന്ന് പരിപാടി കഴിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരൊറ്റ ഓട്ടമാണ്. ഒന്നും അവർക്ക് പറയാനില്ല, ചോദിക്കാനില്ല, സങ്കടം നിരത്താനില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആയാൽ പോരെ സുഹൃത്തുക്കളെ. ഏതൊരു ഇബാദത്ത് ചെയ്താലും കിട്ടുന്ന സമയം അള്ളാഹുവിനോട് ആ ഇബാദത്തിന്റെ സ്വീകാര്യത്തിനായി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. അത് ഒറ്റക്കാകട്ടെ കൂട്ടായിട്ടാകട്ടെ. കൂട്ടായി ചെല്ലുമ്പോൾ അതിന് കുറച്ചുകൂടിയുണ്ട്. ഇവിടെ അങ്ങനെയാ ചെയ്തത് അല്ലേ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ അലൈഹിസ്സലാം കൂടി മാറി മാറി അപ്പുറം ഇപ്പുറം നിന്നിട്ട് പുറംതിരിഞ്ഞ് ദുആ ചെയ്യല്ല ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം ആമീൻ പറഞ്ഞു. ജംഇന്റെ വചനമാണ് ഇവിടെ ഉപയോഗിച്ചത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലേ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഈ മഹത്തായ കർമ്മം നീ സ്വീകരിക്കണേ നാഥാ. കണ്ടോ എത്രമാത്രം അനുകരണീയമായ ഒരു മാതൃക സുഹൃത്തുക്കളെ, അല്ലേ? ഇനി അതിൽ നിന്ന് ഒന്നുകൂടി ആ സംഭവം നമുക്ക് ഒരു പാഠം പഠിപ്പിച്ചു തരികയാണ്. ഇതുപോലൊരു കർമ്മം നിങ്ങൾ ചെയ്തതിനു ശേഷം പ്രത്യേകിച്ച് അല്ലാഹു തആല നമ്മോട് പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമ്മോട് കൽപ്പിച്ച ഏതെങ്കിലും ഒരു അമല് ചെയ്താൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അല്ലാഹു തആല അത് സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് കിട്ടിയ ചാൻസ്, നിർണായകമായ ഒരു സന്ദർഭം, അള്ളാഹുവിന് വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ പുനർനിർമ്മാണം, ആ പുണ്യകർമ്മം നിർവഹിച്ചതിന് ശേഷം അത് സ്വീകരിക്കണേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടതിന് ശേഷം, അപേക്ഷിച്ചതിന് ശേഷം തുടർന്നുകൊണ്ട് വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ ഈ ആയത്ത്? എവിടെയാ ഈ ആയത്ത്? ഈ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് അറിയാവുന്നവരൊന്ന് അടിച്ച്. ചോറിനാൻ പോയെന്ന് അറിയേണ്ട ആളുകൾ പെടന്നൊക്കെ തയ്യാറെടുപ്പിലാന്നാ പറഞ്ഞത്. പെടന്നുണ്ട്, പോയിട്ടില്ല. ഈ ആയത്ത് ഏത് സൂറത്തിലാ അറിയാവുന്നവരൊന്ന് അടിച്ച കാണട്ടെ. അത് പറഞ്ഞപ്പോ ഉള്ളതും പോയോ? ടെസ്റ്റ് തീരെ കാണുന്നില്ല. DC ആയോ? ഒരു മറുപടി വന്നു. ഏത് സൂറത്തിലാന്ന് അടിക്കാൻ പറഞ്ഞപ്പോഴേ ഏത് ഈ ആയത്ത് ഞാനിപ്പോ ഓതിയത് ഏത്? وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. ഈ ആയത്ത് ഏത് സൂറത്തിലാണ് എന്നാണ് ഞാൻ ചോദിച്ചത്.
കോയ പറയണ നോക്കട്ടെ, എന്തായാലും ആയിക്കോട്ടെ, അങ്ങനെയെങ്കിലും ഒന്ന് നോക്കൂല്ലോ, നോക്കിയോളി. സൂറത്തുൽ ബഖറയില, ഏതാണ്? സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത്. ഓതല് കുറവാണെന്നാണ്, റമദാൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓതല് കുറവാണെന്നാണ് മനസ്സിലാണ് അല്ലേ? സൂറത്തുൽ ബഖറയിലാണ് ഈ ആയത്ത് കേട്ടോ. ഏതായാലും അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നടത്തിയ പ്രാർത്ഥന പ്രത്യേകം സ്മരണീയമാണെന്ന് ശ്രദ്ധിക്കണേ സുഹൃത്തുക്കളെ. എന്താ അവർ ദുആ ചെയ്തത്? ഇടക്കിടക്ക് ചോദിക്കണം, അതെ, അപ്പോഴേ ഉള്ളൂ ഒരു ഉഷാർ വരുള്ളൂ അല്ലേ? ആയിക്കോട്ടെ കേട്ടോ. എന്താ പറഞ്ഞത്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. കണ്ടോ, ആരാ ഇത് ചോദിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം. ആരാ ഇബ്രാഹിം അലൈഹിസ്സലാം? ലോകത്ത് അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കുന്നതിന് വേണ്ടി വന്ന പ്രവാചകൻ അല്ലേ? 4000 ആണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്ത് വലിയ അധികാരിയായി അഹങ്കരിച്ച് ജീവിച്ചിരുന്ന നമ്രൂദ്, ആ നമ്രൂദ് രാജാവിന്റെ കൊട്ടാരം, നമ്രൂദ് രാജാവിന്റെ ഭൗതിക ശക്തിയുടെ കരിങ്കൽ ഭിത്തികളാൽ പടുത്തുയർത്തപ്പെട്ട കോട്ടകൊത്തളങ്ങളെപ്പോലും കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ പവിത്രധന്യമായ മുദ്രാവാക്യം പ്രഖ്യാപിച്ച മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം മനുഷ്യനിർമ്മിത പ്രസ്ഥാനങ്ങൾ പടച്ചുവിട്ട പാരതന്ത്ര്യത്തിന്റെ കോട്ടകൊത്തളങ്ങൾ തട്ടിത്തകർത്ത് തരിപ്പണമാക്കി ദൈവീക നിയമത്തിന്റെ വിശാല വിഹായസിലേക്ക് മനുഷ്യമക്കളെ ആവാഹിച്ച അമരധ്വനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രധന്യമായ മുദ്രാവാക്യം ലോകത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി ആ ദുആ ചെയ്യുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്ന മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. ആമീൻ പറയുന്നത് ആരാണ്? അതും പ്രവാചകനായ ഖലീലുല്ലാഹ് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാമാണ് അല്ലേ? 2 പ്രവാചകന്മാർ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ജഗന്നിയന്താവായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹ് ഞങ്ങളെ രണ്ടുപേരെയും നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാക്കണേ അല്ലാഹ്. നമ്മൾ എത്രമാത്രം ദുആ ചെയ്യണം സുഹൃത്തുക്കളെ. അല്ലാഹു തആല നമ്മെ മുഅ്മിനായി ജനിപ്പിച്ചു അല്ലേ? അൽഹംദുലില്ലാഹ്, മുസ്ലിമായി നാം ജീവിക്കുന്നു, മുഅ്മിനായി തന്നെ നമുക്ക് മരിക്കണം. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. പടച്ചവനെ ഞങ്ങളെ നീ മുസ്ലിമീങ്ങളായി മരിപ്പിക്കണേ അല്ലാഹ്, സജ്ജനങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹ്. അതല്ലാതെ ഞാനെല്ലാം തികഞ്ഞവനാ, ഒക്കെ റെഡിയാണ്, പ്രത്യേകിച്ച് ഇനിയിപ്പോ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നല്ല. പ്രവാചകന്മാര് പോലും അവരുടെ വിശ്വാസത്തിന്റെ നിലനിൽപ്പിനായി, അതിന്റെ സ്ഥൈര്യത്തിനായി അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടുകൂടി നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ മുസ്ലിങ്ങളാക്കണം. അതുകൊണ്ട് നിർത്തിയോ? ഇല്ല. അതുകൊണ്ട് നിർത്തിയോ? ഇല്ല സുഹൃത്തുക്കളെ, വീണ്ടും തുടരുകയാണ്. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് അനുസരിക്കുന്ന, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന, നിന്നെ അനുസരിക്കുന്ന മുസ്ലിങ്ങളാക്കണമെന്ന് ദുആ ചെയ്ത് നിർത്തുകയല്ല ചെയ്തത്. വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്നും നിനക്ക് വഴിപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണേ അല്ലാഹ്. കണ്ടോ? വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നിനക്ക് വഴിപ്പെടുന്ന ഉമ്മത്തും മുസ്ലിമ, അനുസരണയുള്ള ഒരു സമുദായം, മുസ്ലിങ്ങളായ ഒരു വിഭാഗത്തെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ സൃഷ്ടിക്കണേ അല്ലാഹ് എന്ന് ആ മഹാന്മാരായ പ്രവാചകന്മാർ 4000 ആണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ പരിണിത ഫലമല്ലേ പ്രിയപ്പെട്ടവരെ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അന ദഅവത്തു ഇബ്രാഹിമ വ ബിശാറത്തു ഈസാ. എന്താണ്? അന ദഅവത്തു ഇബ്രാഹിം വ ബിശാറത്തു ഈസാ. ഞാൻ എന്റെ പിതാമഹനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്, അഥവാ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ്. വ ബിശാറത്തു ഈസാ, എന്റെ പൂർവികനായ ഈസാ അലൈഹിസ്സലാമിന്റെ സുവിശേഷവുമാണ്. അഥവാ ഈസാ അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, അന്ത്യപ്രവാചകനാണ് വരാനുള്ളത്.
ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അനുസരിക്കണം, സഹായിക്കണം, സഹകരിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഹബീബ് പറയുകയാണ്, അനദഅവത്തു ഇബ്രാഹിം, അനദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ്. വബിശാറത്തു ഈസാ, എന്റെ പൂർവികനായ ഈസാ അലൈഹിസ്സലാമിന്റെ സുവിശേഷവുമാണ്, സന്തോഷവാർത്തയാണ്. വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത് അല്ലേ? മഹാനായ ഈസാ അലൈഹിസ്സലാം വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, തനിക്ക് ശേഷം വരുന്ന ഒരു പ്രവാചകന്റെ സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് സുവിശേഷകനായി വന്നു. യഅതി മിൻ ബഅദി, അതെ, യഅതി മിൻ ബഅദി, എനിക്ക് ശേഷം വരും. ഇസ്മുഹു അഹ്മദ്, ആ പ്രവാചകന്റെ പേര് അഹ്മദ് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം എന്താണ്? ആ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരും പരിപാവനമായൊരു കർമ്മത്തിനു ശേഷം ആ കർമ്മം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചതോടുകൂടി ആ കർമ്മം മുൻനിർത്തിക്കൊണ്ട് വലിയ രണ്ട് കാര്യങ്ങൾ അവരാവശ്യപ്പെടുകയാണ്. ഞങ്ങളെ രണ്ടുപേരെയും യഥാർത്ഥ മുസ്ലിങ്ങളാക്കണം, പോരാ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് ലോകാവസാനം വരെ നിനക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കണേ അല്ലാഹ്. മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് സുഹൃത്തുക്കളെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലശേഷം ഈ ഭൂമിലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ്. അതെങ്ങനെയാ സുഹൃത്തുക്കളെ? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു മകനാണിപ്പോ ഈ ആമീൻ പറഞ്ഞ മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം. മറ്റൊരു മകനാണല്ലോ മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം. മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനാരാ? ഒരു പ്രവാചകനുണ്ടല്ലോ, അറിയാവുന്ന ആളുകളൊന്നും അടിച്ചേ. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനായ പ്രവാചകനാരാ? പെട്ടെന്നടിക്കും എല്ലാവരും ഒന്ന് ഉഷാറാകട്ടെ, ഒന്ന് ശ്രദ്ധ ഒന്ന് റെഡിയാകട്ടെ. വരട്ടെ, ആൻസർ വരട്ടെ. ഒരാൻസർ വന്നിട്ടുണ്ട്, വരട്ടെ. അറിയാവുന്ന ആളുകളൊക്കെ ഒന്ന് അടിച്ചോളി. ചോദ്യം കേട്ടില്ലേ? ഇപ്പൊ അടച്ചു തമ്പുരാൻ. ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനായ പ്രവാചകൻ ആരാണ്? മ്യൂട്ടായിരുന്നു. അത് ശരി. പിന്നെ നമ്മളിവിടെ കിടന്ന് ഒച്ചയിട്ടിട്ട് ഞാനിവിടെ കിടന്ന് ഒച്ച അലറിയിട്ട് എന്താ കാര്യം? ആട്ടോ വേൾഡ് മൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്റെ റബ്ബേ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. ഏതായാലും ആയിക്കോട്ടെ, അവരോടും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം. ആ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മകൻ ഒരു പ്രവാചകനായ ഒരു മകൻ. അതാരാ? യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം. അതാണ് ആ യൂസുഫ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് നബിയുല്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്, എന്ത് വലിയ അനുഗ്രഹമാണ്. യൂസുഫ് നബിയുല്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു നബിയില്ലാഹ് ഇബ്നു ഖലീലില്ലാഹ്. 4 തലമുറ പ്രവാചകത്വത്തിന്റെ പവിത്രമായ പാതയിലൂടെ കടന്നുവരാൻ സൗഭാഗ്യം ലഭിച്ച ഒരു വലിയ മഹാൻ, അതാണ് നബിയുല്ലാഹ് യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അവർ ഇബ്നു നബിയില്ലാഹ് പ്രവാചകനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ മകനാണ്. അവരാകട്ടെ ഇബ്നു നബിയില്ലാഹ് മറ്റൊരു പ്രവാചകനായ ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ മകനാണ്. അവരാകട്ടെ ഇബ്നു ഖലീലില്ലാഹ്, അള്ളാഹുവിന്റെ ഖലീൽ എന്ന മഹത്തായ സ്ഥാനം ലഭിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൊന്നുമോനാണ്. അപ്പൊ 4 തലമുറ യൂസുഫ് നബിയുല്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലില്ലാഹ്. ഇവിടെ പ്രിയപ്പെട്ടവരെ 4 പ്രവാചകന്മാർ അല്ലെ? ഇബ്രാഹിം അലൈഹിസ്സലാം, മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാം, മകൻ യാക്കൂബ് അലൈഹിസ്സലാം, മകൻ യൂസുഫ് അലൈഹിസ്സലാം. ഇതിൽ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന് മറ്റൊരു പേരുണ്ട്.
യാക്കൂബ് നബി അലിഹിസ്സലാമിനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. അതെന്താ? അറിയാവുന്ന ആളുകളൊന്നും അടിച്ചേ. യാക്കൂബ് നബി അലിഹിസ്സലാമിനെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. ഇസ്രായേൽ. അങ്ങനെ മതി, ബനി വേണ്ട, ബനി പിന്നെ മൂപ്പരുടെ മക്കളാണ്. ഇസ്രായേൽ എന്ന് യാക്കൂബ് നബി അലിഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ. മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ എന്നാണ് അതിന്റെ അർത്ഥം. അത്ര ആ യാക്കൂബ് നബി അലിഹിസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് ആ കുടുംബം. ഇസ്രായേൽ സന്തതികൾ. യാക്കൂബ് നബി അലിഹിസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ. അപ്പൊ മഹാനവറുകളുടെ മക്കൾ ബനു ഇസ്രായേൽ, അവരാണ് ഇസ്രായേൽ സന്തതികൾ. ചരിത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ഇസ്രായേൽ സന്തതികളില് ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥനയുടെ പരിണിതഫലമായി ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഈ യാക്കൂബ് നബി അലിഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇസ്രായേൽ സന്തതികളിലാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ പ്രവാചകൻ ഒഴിച്ച്, ഒരു പ്രവാചകൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും വന്നത് ഇസ്രായേൽ സന്തതികളിലാണ്, ബനു ഇസ്രായേലിലാണ്. ഏതാ ആ ഒരു പ്രവാചകൻ? അതിൽ പെടാത്ത ആളാരാ? അതിൽ പെടാത്തൊരു പ്രവാചകനുണ്ട്. അതാരാണ് സുഹൃത്തുക്കളെ? അറിയാവുന്ന ആളുകളൊക്കെ ഒന്ന് അടിച്ചോളി. അതിൽ പെടാത്തൊരു പ്രവാചകനുണ്ട്. അതാരാ? അതിന്റെ ആൻസർ വരാൻ ഇത്ര താമസം? അത് പെട്ടെന്ന് വരേണ്ട ആൻസർ ആണല്ലോ. ആദമോ? അതതിന് മുമ്പല്ലേ? ശേഷമുള്ള മുമ്പത്തെ കാര്യമല്ല, ശേഷമാണ്. ശേഷം ഒമിൻ ദുർരിയത്തിന ഉമ്മത്തം മുസ്ലിമത്തൻ ലക്ക്, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നിനക്ക് വഴിപ്പെടുന്ന ഒരു സമൂഹത്തെ നീ സൃഷ്ടിക്കണേ അല്ലാ. എന്നാ പറഞ്ഞത്? അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഇസ്മായിലും അതിനു മുമ്പല്ലേ? ഇസ്ഹാഖ് നബിയുടെ സഹോദരനല്ലേ ഇസ്മായിൽ? അപ്പൊ നേരിട്ടുള്ളതല്ലേ? യാക്കൂബ്, ഇബ്രാഹിം, അതാ ഈ ഇസ്രായേൽ സന്തതികൾ യാക്കൂബ് നബി അലിഹിസ്സലാം, ഇബ്രാഹിം നബി അലിഹിസ്സലാം അവരുടെ സന്താന പരമ്പരയിൽ വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ സന്താന പരമ്പരയിലാണ്, അഥവാ ഇസ്രായേൽ സന്തതികളിലാണ്, ഒരൊറ്റ പ്രവാചകൻ ഒഴിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പ്രവാചകൻ ആരാണ്? അതാണ് പ്രിയപ്പെട്ടവരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഇസ്രായേൽ സന്തതികളിലല്ല, മറിച്ച് അത് ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിൽ അലിഹിസ്സലാം, ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. കണ്ടോ? ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ, സെമിറ്റിക് വംശത്തിൽപ്പെട്ട അറബികൾ. നമുക്കറിയാലോ ചരിത്രം. മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ചെറിയ കുട്ടിയായിരുന്ന ഇസ്മായിൽ അലിഹിസ്സലാം, അല്ലെ? ഇബ്രാഹിം നബിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നു കുറെ കാലം, വളരെയധികം കാലം മക്കളൊന്നും ഇല്ലായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്. അങ്ങനെ മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ഇബ്രാഹിം നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അള്ളാഹു താല സന്താനത്തെ നൽകി, അല്ലേ? ജീവിതത്തിന്റെ സായം സന്ധിയിൽ അള്ളാഹു താല മക്കളെ നൽകി, സന്താനത്തെ നൽകി. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനത്തെ നൽകണേ അല്ലാഹ്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശേഷിയുള്ള ഒരു കുഞ്ഞിനെ നൽകി സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ള മഹാനായ ഇസ്മായിൽ അലിഹിസ്സലാം, ആ ഇസ്മായിൽ നബി അലിഹിസ്സലാം ചെറിയ കൈക്കുഞ്ഞായിരിക്കുമ്പോ പിന്നീടാണ് ഇസ്ഹാഖ് നബി ഉണ്ടായത്, അല്ലെ? സാറായിൽ ഇസ്ഹാഖ് അലിഹിസ്സലാം ഉണ്ടായി. സാറ എന്ന് പറയുന്ന ഭാര്യയിൽ മക്കളില്ലാതെ വിഷമിക്കുമ്പോഴാണ് അവരുടെ തന്നെ അടിമ സ്ത്രീയായ ഹാജറിനെ ഇബ്രാഹിം അലിഹിസ്സലാം വിവാഹം കഴിക്കുകയും അതിലൂടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലിഹിസ്സലാം ഉണ്ടായി. നോക്കുമ്പോൾ മറ്റവളും ഗർഭിണിയായി. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായി, അള്ളാഹുവിന്റെ ഒരു തീരുമാനം. എന്തെങ്കിലുമൊക്കെ ഹിക്മത്ത് അള്ളാഹു തആല കണ്ടിട്ടുണ്ടാകും. ആ ഹിക്മത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ രണ്ടുപേരും ഗർഭിണിയായി, രണ്ടുപേർക്കും കുട്ടികളായി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് ചക്കളത്തി പോരുന്നു. ഈ രണ്ട് ഭാര്യമാരെ നയിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ പണിയാ. അല്ലേ? ഒരേ സമയത്ത് രണ്ട് പെണ്ണുങ്ങളെ നയിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരില്ല. അതൊരു പ്രത്യേക കഴിവ് തന്നെ. ഏതെങ്കിലും ആചാര്യക്ക് രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയോ ആചാര്യ മോശക്കാരനല്ല. പണ്ട് ഞാനൊരു നാടൻ കഥ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ട് ഒരു നാടൻ കഥ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കേട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ? കേട്ടവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ, അവർ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ കേട്ടത് തന്നെ ആകുമ്പോൾ പിന്നെ ഒരു സുഖം തോന്നില്ല. ആദ്യമായിട്ട് കേൾക്കുമ്പോഴൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ, അങ്ങനെയാണല്ലോ. അത് കേട്ട ആളുകളുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ പണ്ടൊരു ആചാര്യരുടെ കഥ പറഞ്ഞ്
കുറച്ച് പറയുന്നല്ലേ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അന്നെന്തായാലും ഞാൻ ഒന്ന് പറയാം. അപ്പൊ ഓർമ്മ വരും. അതെ അതെ, അതായത് പണ്ടൊരാചാര് 2 വിവാഹം കഴിച്ചു. കള്ളം കയറിയ കഥ കണ്ട KMIC പെടുന്ന. അപ്പൊ നല്ല ഓർമ്മശക്തിയാണ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ആരെങ്കിലും ഒന്ന് വെക്കിലേക്ക് പറഞ്ഞു അല്ലേ? ഹാങ്ങായി. അതെ, KMIC പഴ പേടിച്ചുപോയി. ബൗൺസണോ? KMIC പെടുന്നതിനെ ഒന്ന് ബൗൺസ് ചെയ്തു. ബൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒന്ന് അൺബൗൺസ് ചെയ്യിക്കോളാം. കൂലിയാറൊന്ന് അൺബൗൺസ് ചെയ്തോളാം. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? ആചാരുടെ കഥയാണ്. അപ്പൊ ഏതായാലും അധികം ആളുകളൊന്നും കേട്ടിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് പറയാല്ലേ, ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. അത് കേട്ടാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി, ചെറിയൊരു രസം വരും. ഏതായാലും പണ്ട് ഒരു ആചാര്യ 2 കല്യാണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്. ആചാര്യ ഇങ്ങനെ, അപ്പൊ ആചാര്യ 2 വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാലോ, 2 ഭാര്യമാർ അല്ലെങ്കിൽ എത്ര ഒന്നിലധികം ഭാര്യമാരുണ്ടായാല് അവരെയൊക്കെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകണം. വലിയ പാടാണ്. ഒരു പെണ്ണുമ്പിള്ളക്ക് പോത്തറച്ചു കൊടുത്താൽ മറ്റേ പെണ്ണുമ്പിള്ളക്കും പോത്തറച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരാൾക്ക് സാരി മേടിച്ചു കൊടുത്താൽ മറ്റേയാൾക്കും സാരി മേടിച്ചു കൊടുക്കണം. ഒരാൾക്ക് നല്ല 2000-ന് 2500 രൂപയുടെ അബായോ മേടിച്ചു കൊടുത്താൽ മറ്റേയാൾക്കും അതുപോലെ മേടിച്ചു കൊടുക്കണം. മുസ്ലിയാരാകണ്ട. തിരുവമ്പാടിക്ക് ആചാരം എന്ന് പറഞ്ഞപ്പോ മുസ്ലിയാർ എന്ന്. അപ്പൊ തിരുവമ്പാടി എന്താ അതിൽ പെട്ട ആളാന്ന് എനിക്കൊരു സംശയം. ഇത് ആചാരാണ് തിരുവമ്പാടി, മുസ്ലിയാരൊന്നുമല്ല. ഏതായാലും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? 2 ഭാര്യമാരെ അൽഹംദുലില്ലാഹ് ആചാര്യ 2 പേരെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ 2 ഭാര്യമാരുള്ളവർ 2 പേർക്കും താമസിക്കാനും ഒരേ നല്ല തുല്യ സൗകര്യങ്ങൾ വേണമല്ലോ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമല്ലോ. അപ്പൊ 2 തട്ടുള്ള വീടാണ്. ഒരു ഭാര്യ മുകളിലത്തെ നിലയിലും മറ്റേ ഭാര്യ താഴത്തെ നിലയിലും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. താഴെയുള്ള സൗകര്യമൊക്കെ മുകളിലുണ്ട്. താഴെ ഫ്രിഡ്ജുണ്ട്, മുകളിലും ഫ്രിഡ്ജുണ്ട്. അങ്ങനെ എല്ലാം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കൂടുതൽ വിശദീകരിക്കേണ്ട. അങ്ങനെ എല്ലാം നല്ല തുല്യ നിലയിലാണ് ആചാര്യൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു കള്ളനിപ്പോ കിട്ടുന്ന കൊള്ളാവുന്ന വീട് നോക്കിയാണല്ലോ കേരളം. നോക്കുമ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു 2 നില വീട്. അപ്പൊ ആചാരാണ് അവിടെ താമസിക്കുന്നത്. ആചാര്യക്ക് 2 പെണ്ണുങ്ങളുണ്ടുള്ള വിവരമൊന്നും കള്ളൻ അറിയില്ല. ഏതായാലും കള്ളൻ കക്കാൻ കയറി നോക്കുമ്പോൾ 2 തട്ടാണ്. അപ്പൊ ആചാര്യ പിന്നെ കള്ളൻ എന്ത് ചെയ്തു? നേരത്തെ ഒന്ന് തീരുമാനിച്ചു. ആദ്യം മുകളിൽ കയറിയിട്ട് മുകളിലുള്ള എന്തെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടാവുന്നൊക്കെ എടുത്ത് താഴെ ഇറങ്ങിയാല് ഉണർന്നാലും പെട്ടെന്ന് ഓടാൻ സൗകര്യം ഉണ്ടല്ലോ. എന്ന് കരുതിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു? പതുക്കെ മുകളിലോട്ട് ഇങ്ങനെ കയറി. മുകളിലോട്ട് കോണി കയറുമ്പോൾ സുബ്ഹാനല്ലാഹ്, പഴയ വീടാണല്ലോ. പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മുകളിലോട്ടുള്ള തട്ട് കോണി തടിയായിരിക്കുമല്ലോ, പലകയായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് എത്ര പതുക്കെ കയറിയാലും ചെറിയ ശബ്ദം കേൾക്കും. ഇന്നിപ്പോ അറിയില്ല. ഇന്നിപ്പോ കോൺക്രീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിഞ്ഞോളണമെന്നില്ല. പഴയ കാലത്തെ വീടുകളൊക്കെ ഈ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ എല്ലാവർക്കും അറിയാലോ, 2 തട്ടുള്ള ഓടിട്ട വീടുകളൊക്കെ നല്ല രസമാണ് കാണാൻ. ഇപ്പൊ അങ്ങനത്തെ വീടൊന്നും ഒരുപക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല. ഓർമ്മയായി. അങ്ങനെ ഏതായാലും എന്ത് ചെയ്തു? അങ്ങനെ പതുക്കെ കയറുമ്പോ പലക കറകറാന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ മുകളിലെ ഭാര്യ പെട്ടെന്ന് ഉണർന്നു എന്നല്ല പറഞ്ഞ, മൂപ്പിലാത്തി ഉറങ്ങാതിരിക്കുക. കാരണം എന്താ? അന്ന് ആചാര്യ മുകളിൽ താമസിക്കേണ്ട ദിവസമാണ്. അല്ല, പിന്നെ താഴെ താമസിക്കേണ്ട ദിവസമാണ്. അന്ന് ആചാര്യയുടെ ഊഴം താഴത്തെ ഭാര്യയുടെ കൂടെയാണ് അന്നത്തെ ഡ്യൂട്ടി. അപ്പൊ ഏതായാലും മുകളിലത്തെ ഭാര്യ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് പതുക്കെ നോക്കുമ്പോ എന്താ? സുബ്ഹാനല്ലാഹ്, ഒരാൾ മുകളിലോട്ട് കയറി വരിക. അപ്പൊ ലൈറ്റൊന്നുമില്ലല്ലോ, ഇരുട്ടാണല്ലോ. പതുക്കെ താഴത്തെ ഭാര്യ ഉണർന്നു ബഹളം കേട്ടപ്പോ. അപ്പോ താഴത്തെ ഭാര്യ എന്ത് കരുതി എന്നാൽ അന്ന് അവിടെയാണല്ലോ ഡ്യൂട്ടി. അതെ, ഡ്യൂട്ടി എന്ന് തന്നെ പറയണമല്ലോ, മെയിൻ ഡ്യൂട്ടി അല്ലേ അത്. അത് കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയെ ബാക്കിയുള്ളൂ. മനസ്സിലായോ? അതൊരു പ്രത്യേക ഡ്യൂട്ടിയാ. അങ്ങനെ ഏതായാലും അപ്പൊ ഈ താഴെയുള്ള പെണ്ണുങ്ങൾ വിചാരിച്ചു ആചാര്യ ആള് തിരക്കേടില്ലല്ലോ, ആചാര്യ ഇന്ന് ഇവിടെ താമസിക്കേണ്ട ആചാര്യ ഞാൻ അറിയാതെ പതുക്കെ മുകളിലേക്ക് കയറിയാണല്ലേ, ആചാര്യ ആള് റെഡിയായ ശരിയല്ലല്ലോ. ഏതായാലും താഴത്തെ പെണ്ണുങ്ങൾ വേഗം തട്ടിക്കുറഞ്ഞ് എഴുന്നേറ്റ് കയറി പിടിച്ചു. ആചാര്യ കാലെ കയറി പിടിച്ചു. അങ്ങനെ വിടൂല. അപ്പൊ ഇത് കേട്ട് ബഹളം കേട്ട് മുകളിലത്തെ ഭാര്യ ഓടി വന്നു. മുകളിലത്തെ ഭാര്യ വേറെ രീതിയിലാണ് ചിന്തിച്ചത്. അമ്പടെ ആചാര്യക്ക് എന്നോട് കൂടുതൽ സ്നേഹം, അതുകൊണ്ടാ ഇന്നും ആചാര്യ ഇങ്ങോട്ട് വന്നു. ഇന്നലെ എവിടെ ആയിരുന്നു, ഇന്നും ആചാര്യ ഇങ്ങോട്ട് കയറി. അപ്പൊ ആചാര്യക്ക് എന്നോട് അങ്ങനെയല്ല, പെണ്ണുങ്ങൾ അങ്ങനെയല്ല, ഭയങ്കര ബുദ്ധി അവർക്ക്. അപ്പൊ മുകളിലത്തെ പെണ്ണുങ്ങൾ കരുതി ആചാര്യക്ക് എന്നോടാ കൂടുതൽ സ്നേഹം. അപ്പൊ പതുക്കെ ഇങ്ങോട്ട് കയറി വന്നപ്പോ അവള് കുശുമ്പി കണ്ടില്ലേ, അവള് കാലെ പിടിച്ചു ഓടിക്കുന്നു. അപ്പൊ ഇത് ഞാൻ മുകളിലത്തെ ഭാര്യ എന്ത് ചെയ്തു? അവള് കയ്യിലും കയറി പിടിച്ചു. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. സുബ്ഹാനല്ലാഹ്, ഇത് പെണ്ണുങ്ങൾ ഈ ചിന്തയുടെ ഏതായാലും ഇത് ആചാരാണോ ഇത് വേറെ ആരെങ്കിലും ആണെന്നൊന്നും ശ്രദ്ധിക്കണില്ല. കാരണം കയ്യിലും കാലിലൊക്കെ പിടിച്ചപ്പോ ചെറിയ വ്യത്യാസമുണ്ട്, രോമൊക്കെ കാണാണ്ട് ആചാരക്കൾ കൂടുതൽ. എന്നാലും പിടി വിട്ടില്ല, 2 കൂട്ടരും പിടിയടാ പിടി അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനം കള്ളൻ ഗതിയില്ലാതിരുന്നപ്പോ കള്ളൻ എന്തെന്ന് പറഞ്ഞു, ഞാൻ കള്ളനാനേ അങ്ങ് വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് സംഭവം 2 പേർക്കും ആകപ്പാടെ നേരം വെളുത്തത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പിടിവിട്ട് ഓടി. കള്ളൻ അവിടെ നിന്ന് ഓടി കണക്കിൽ രക്ഷപ്പെട്ടു. പുറത്തിറങ്ങിയിട്ട് കള്ളൻ ഒരു ശപഥം ചെയ്തു. എന്താണെന്നറിയോ?
മേലെ 2 പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഞാൻ കക്കാൻ കയറൂല. ഇനി മേലെ 2 പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഞാൻ കക്കാൻ കയറൂല. പിന്നെ മൂപ്പര് പ്രത്യേകം നോക്കിയിട്ട് തന്നെ കയറുള്ളൂ. 2 തട്ടായാലും 3 തട്ടായാലും ഇവിടെ 2 പെണ്ണുങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൂപ്പര് കക്കാൻ കയറുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതാണ്. അപ്പോ നമ്മുടെ കഥയുടെ പ്രധാന പോയിന്റ് ഏതാണെന്നറിയോ? ഈ കക്കാൻ കയറിയ കള്ളന്റെ ഗതി അവസ്ഥ ഇതാണെങ്കിൽ 24 മണിക്കൂറും 365 ദിവസവും ഈ 2 എണ്ണത്തിനെയും കൂടി മേയിച്ചു കൊണ്ടുവന്ന ആചാരം എത്ര കഷ്ടപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ അതാണ്, ചെറിയ കാര്യമല്ല. 2 പെണ്ണുങ്ങളെ നയിച്ചുകൊണ്ടുവന്ന് പറഞ്ഞാൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത് എന്ത്? ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. അവിടെയാണ് കുറച്ച് പണിയുണ്ടേ, വലിയ പാടാണ്. ഏതായാലും ആയിക്കോട്ടെ. അപ്പൊ ഇപ്പൊ എല്ലാവരും ഉറക്കം പോലെ കണ്ട. അത് കേട്ടപ്പോ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ്. ആചാര്യക്കും ഇൻട്രസ്റ്റ് ആയി, ആചാര്യരുടെ പെണ്ണുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി, എല്ലാവർക്കും സംഗതി നല്ല ഇൻട്രസ്റ്റ് ആയി. ഇതാണ് സംഭവം. അല്ലാതെ നമ്മൾ വാഴ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലേ? ഈ കൂറ്റമ്പാറയുടെ വാഴനുള്ള ഒരു പ്രത്യേകത എന്താ പറയുക? മൂപ്പരി എത്ര നല്ല ഹൗഫിന്റെ വാഴ പറഞ്ഞാലും അതിനിടക്ക് എന്തുണ്ടാവും? അതിനിടക്ക് ഇതുപോലെ ഒരു വിടൽ കൊണ്ടുവരും. അപ്പൊ അതുവരെ കരഞ്ഞ ആളുകളൊക്കെ പെട്ടെന്ന് ചിരിക്കും. അപ്പൊ അതാണ് അതിന്റെ കഥ. എന്ത് ചെയ്യാനാ, മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ ആയിപ്പോയി. ഇരിക്കട്ടെ അല്ലേ സുഹൃത്തുക്കളെ? അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണ്? ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞവരിപ്പോ വല്ലാത്തൊരു കുടുക്കിലാ പെട്ടത്. അള്ളാഹു താല ഒരു പരീക്ഷണം എന്താ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യ്, ഇത് 2 പേരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാം അവരുടെ മാതാവായ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ അവരെന്ത് ചെയ്യുക? പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് കൊണ്ടുപോയി താമസിപ്പിക്കുക. എവിടെയെങ്കിലും കൊണ്ടുപോയി വിടാനല്ല പറഞ്ഞത്. എവിടെയെങ്കിലും കൊണ്ടുപോയി വിടാനല്ല പറഞ്ഞത്. ഏതായാലും സ്ഥലം മാറ്റി പാർപ്പിക്കുമ്പോ എല്ലാ നിലക്കും അവർക്ക് ദുന്യവിയും മുഖ്റവിയുമായ ഒരു പുരോഗതി, അല്ലെങ്കിൽ അള്ളാഹു താല അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വലിയ ഹിക്മത്താണ്. എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ് ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. സുബ്ഹാനല്ലാഹ്. ഖുർആൻ പറഞ്ഞത് ശ്രദ്ധിക്കണേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണം തന്റെ പ്രാണപ്രേയസിയായ ഭാര്യയെയും പൊന്നോമന മകനെയും ആരുമില്ലാത്ത പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് അനന്തവിശാലമായി കിടക്കുന്ന മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരും അവിടെ സഹായിക്കാനില്ല, ഒരു മനുഷ്യജീവിയുമില്ല. മനുഷ്യനെന്നല്ല ഒരു ജീവജാലങ്ങളും അവിടെയില്ല. സസ്യലതാദികൾ പോലും മുളക്കാത്ത ഊഷരഭൂമിയാണ്. നീണ്ട വിശാലമായി കിടക്കുന്ന മരുഭൂമിയുടെ മണൽപ്പരപ്പിലാണ് തന്റെ പ്രാണപ്രേയസിയായ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. ഒരൊറ്റ സമാധാനമാണുള്ളത്. നേരെ നോക്കിയാൽ കാണുന്നത് പരിശുദ്ധമായ കഅബാലയമാണ്. അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ആ പുണ്യഭൂമിയിലാണ് തന്റെ പ്രാണപ്രേയസിയായ ഭാര്യയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി താമസിപ്പിക്കുന്നത്. ആ മരുഭൂമിയിൽ കൊണ്ടുപോയി ഇരുത്തി അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഭാര്യ ഹാജർ കൈക്കുഞ്ഞിനെയും തോളിലേന്തി കയ്യിലേന്തി ഭർത്താവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പോവുകയാണോ? 1, 2, 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടും മറുപടിയില്ല. അതെ, അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണമാണോ ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോകുന്നത്? അതിനും മറുപടിയില്ല. അവസാനം ചോദ്യം ആവർത്തിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതേ, ഞാൻ ജഗന്നിയന്താവായ റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ നിർദ്ദേശമാണ്. ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറുപടി കേട്ടപ്പോ ആ മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളെ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും. കണ്ടോ? അള്ളാഹുവിന്റെ നിർദ്ദേശാനുസരണമാണ്, അവന്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഞങ്ങളെ താമസിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാം, അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും. നിങ്ങൾ ആലോചിക്കണം, ചരിത്രത്തിന്റെ താളുകൾ പരതിയാൽ കാണാം സുഹൃത്തുക്കളെ, ആ പാവപ്പെട്ട കുടുംബം ഒരു ഉമ്മയും കൈക്കുഞ്ഞുമാണുള്ളത്. അവരുടെ കയ്യിൽ ഏതാനും ദിവസം കഴിക്കാനുള്ള കുറച്ച് കാരക്ക, ഈത്തപ്പഴം, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം. 2-3 ദിവസം കൊണ്ട് അതെല്ലാം കഴിഞ്ഞു. അതുവരെയും സുഭിക്ഷമായി അവർ ആ കാരക്ക നിന്ന് വെള്ളം കുടിച്ച് വിശപ്പടക്കി. അതിലൂടെ ആ മാതാവിന്റെ മാർവിടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അമ്മിഞ്ഞപ്പാൽ നുകർന്ന ആ കൈക്കുഞ്ഞും സമാധാനം കൊണ്ടു വിശപ്പടക്കി. പക്ഷേ വെള്ളം തീർന്നു, കാരക്ക തീർന്നു. അവസാനം വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മാതാവിന്റെ വയറ്റിലേക്ക് പോഷകങ്ങൾ ചെല്ലാതെ വന്നപ്പോൾ, ഭക്ഷണം ചെല്ലാതെ വന്നപ്പോൾ
ആ മാതാവിന്റെ മാർവിടത്തിൽ നിന്ന് കുഞ്ഞിനായി അല്ലാഹു ഒരുക്കിയ നിർഗളിക്കുന്ന അവിടത്തെ ആ പാൽ മുലപ്പാലും വരാതെയായി കുഞ്ഞിന് വിശക്കുന്നു, ദാഹിക്കുന്നു, എന്തു ചെയ്യും? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹ, ചരിത്രം വളരെ സുദീർഘമാണ്, കഴിഞ്ഞ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ചുരുക്കട്ടെ സുഹൃത്തുക്കളെ, ആ കുഞ്ഞ് കൈകാലിട്ടടിക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, ദാഹം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ താൻ ഇരുന്ന സ്ഥലത്ത് കുഞ്ഞിനെ കിടത്തിയിട്ട് തൊട്ടടുത്തുള്ള സഫാ കുന്നിലേക്ക് ഓടിക്കയറി. ചുറ്റുഭാഗത്തും ഒന്ന് കണ്ണോടിച്ചു. ഉയർന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ചുറ്റുഭാഗം കാണാൻ പറ്റുമല്ലോ. എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടാനുണ്ടോ എന്ന് അന്വേഷിച്ചു. കാണാനില്ല. പരിഭ്രാന്തയായി അവര് സഫാ കുന്നിൽ നിന്ന് താഴെ ഇറങ്ങി മറുവയിലേക്ക് നടക്കുകയാണ്. ഇടയ്ക്ക് വെപ്രാളം കൊണ്ട്, പരവേശം കൊണ്ട് സ്പീഡ് കൂടുന്നുണ്ട്. അവിടെ ഇന്നും സുഹൃത്തുക്കളെ ഹാജിമാര് സഅയ് ചെയ്യുമ്പോ ആ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ തൂണിനിടയിൽ സ്പീഡിൽ നടക്കുന്നുണ്ട്. എന്താ? 4000 ആണ്ടുകൾക്ക് മുമ്പ് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ തന്റെ പൊന്നോമന കുഞ്ഞിന് വിശപ്പടക്കാൻ, ശുദ്ധടക്കാൻ, ദാഹമടക്കാൻ ഒരു തുള്ളി വെള്ളം അന്വേഷിച്ചുകൊണ്ട് അവർ പരിഭ്രാന്തയായി ഓടിയ സ്ഥലമാണ്. അവർ നടന്നെടുത്ത് നടക്കുകയും അവർ ഓടിയെടുത്ത് ചെയ്തുകൊണ്ട് 4000 ആണ്ടുകൾക്ക് മുമ്പുള്ള സ്മരണ നിലനിർത്തുകയാണ്. മറുവാക്കുന്നിൽ പോയി നോക്കി, അവിടെയില്ല. വീണ്ടും തിരിച്ചു വന്നു. 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ ആവർത്തിച്ചു. അതിന്റെ സ്മരണയാണ് ഇന്നും സഅയ് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ മറുവയിൽ അവസാനിപ്പിച്ചുകൊണ്ട് അവസാനം നോക്കുമ്പോൾ തന്റെ കുഞ്ഞ് കിടന്നിടത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. വെള്ളം നേരത്തെ ഒന്നും കാണാനില്ലായിരുന്നു. ആ കുഞ്ഞ് കിടന്നിരുന്നത് കാലിട്ടടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വെള്ളം നിർഗളിക്കുന്നു. ചരിത്രത്തിലുണ്ട്, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുകൊണ്ട് തന്റെ ചിറകടിച്ച സ്ഥലമാണ്. ആ കുഞ്ഞിന്റെ കൈകാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം പുറത്തേക്ക് നിർഗളിക്കുന്നു, ഉറവ് പൊട്ടി ഒലിക്കുന്നു. അതിശക്തമായ പ്രളയം. ബീവി ഹാജറ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നുകൊണ്ട് മണൽ കൊണ്ട്, മരുഭൂമിയാണല്ലോ, വെള്ളം ഇങ്ങനെ തടുത്തു നിർത്തി. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുട്ടികൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ, വെള്ളം ഒഴുകുമ്പോൾ തോട്ടിലൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ മണ്ണ് കൊണ്ട് വെള്ളം തട്ടി നിർത്താറുണ്ട്, തടഞ്ഞു നിർത്താറുണ്ട്. എന്നതുപോലെ ബീവി ഹാജർ റളിയല്ലാഹു അൻഹ ആ വെള്ളം ഉറവ് പൊട്ടി പുറത്തേക്കൊഴുകിയ ചുറ്റുഭാഗത്തും മണ്ണ് കൊണ്ട് ഇങ്ങനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, സംസം സംസം, അടങ്ങൂ അടങ്ങൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ബീബി ഹാജർ റളിയല്ലാഹു അൻഹയുടെ ആ പ്രഖ്യാപനം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് അത് ശക്തമായ പ്രളയമാകുമായിരുന്നു. വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒലിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്നും പ്രിയപ്പെട്ടവരെ, ലോക മാനവിക ചരിത്രത്തിൽ അതുല്യമായ അനുഭൂതി പകർന്നുകൊണ്ട് ലോകത്ത് എന്നും വലിയ അത്ഭുതമായി നിലകൊള്ളുകയാണ് പരിശുദ്ധമായ സംസം കിണർ. നമുക്കറിയുമല്ലോ, ഹജ്ജ് വേളകളിൽ എത്രയോ ലക്ഷം ആളുകളാണ് ആ പുണ്യഭൂമിയിലെത്തുന്നത്. അവിടെ ചെല്ലുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാര് ദിവസങ്ങളോളം ആ സംസം കിണറ്റിലെ വെള്ളമാണ് ഇഷ്ടം പോലെ കുടിക്കുന്നത്. മാത്രമല്ല, ഹജ്ജ് കഴിഞ്ഞ് ഓരോ ഹാജിമാരും അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 5-10 ലിറ്റർ കൊള്ളുന്ന കന്നാസുകളിൽ, പാത്രങ്ങളിലാക്കി സംസം വെള്ളം അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ചുരുക്കി പറയട്ടെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എത്രയോ ലക്ഷം ലിറ്റർ വെള്ളമാണ് പരിശുദ്ധമായ സംസം കിണറിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. ഇന്നും ആ സംസം വെള്ളത്തിന്റെ ഉറവക്കൊരു കുറവുമില്ല. സംസം കിണറ്റിലെ വെള്ളം വറ്റിയ ചരിത്രമില്ല. സുബ്ഹാനല്ലാഹ്. സംസം കിണറ്റിലെ വെള്ളം വറ്റിയ ചരിത്രമില്ല. അത്ഭുതത്തിന്റെ നീരുറവയായി അവശേഷിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, മാഉ സംസം ലിമാ ശുരിബ ലഹു, മാഉ സംസം ലിമാ ശുരിബ ലഹു. സംസം വെള്ളം എന്തുദ്ദേശത്തിന് കുടിച്ചോ അതിനുള്ളതാണ്. ഓർമ്മശക്തിക്ക് വേണോ കുടിക്കാം, പനി മാറണോ കുടിക്കാം, ക്യാൻസർ മാറണോ കുടിക്കാം, ആരോഗ്യം വേണോ കുടിക്കണം. എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് കിട്ടും. രോഗം മാറാൻ വേണ്ടി മാത്രമല്ല, എന്തുദ്ദേശത്തോടുകൂടി ഇഖ്ലാസോടുകൂടി കുടിച്ചാൽ ആ കാര്യം സാധിക്കുമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് കഴിഞ്ഞോ, ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പടച്ചവനെ കൃഷിയില്ലാത്ത പുല്ലുമുളക്കാത്ത ഈ ഊഷരമായ മരുഭൂമിയുടെ മണൽപ്പരപ്പിൽ കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും താമസിപ്പിച്ചിട്ട് ഞാനിതാ തിരിച്ചു പോവുകയാണ്. നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത്, നിന്റെ പരിശുദ്ധമായ പുണ്യഭവനത്തിന്റെ ചാരത്താണ് ഞാൻ എന്റെ കുടുംബത്തെ താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഫജഅൽ അഫ്ഇദതം മിനന്നാസ്. കണ്ടോ, അടുത്ത പ്രാർത്ഥന, നേരത്തെ പറഞ്ഞ പ്രാർത്ഥനയുടെ പരിണതഫലമാണ് നമ്മൾ ചർച്ച ചെയ്തത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് ഫജഅൽ അഫ്ഇദതം മിനന്നാസ്. അല്ലാഹുവേ, ജനഹൃദയങ്ങൾ ഇവരിലേക്ക് നീ ആകർഷിക്കണേ അല്ലാഹ്. ഫജഅൽ അഫ്ഇദതം മിനന്നാസ്, ഫജഅൽ അഫ്ഇദതം മിനന്നാസ് തഹ്വീ ഇലൈഹിം. ഖുർആൻ പറയുകയാണ്, അടിവരയിടേണ്ട വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. ഫജഅൽ അഫ്ഇദതം മിനന്നാസ് തഹ്വീ ഇലൈഹിം.
ലോകജനങ്ങളുടെ ഹൃദയങ്ങൾ ഇവരിലേക്ക് നീ ആകർഷിക്കണേ അല്ലാ. മാനവലോകത്തിന്റെ ശ്രദ്ധ പതിയാതെ കിടക്കുന്ന ഈ മരുഭൂമിയുടെ മണൽപ്പരപ്പിലേക്ക് ലോകജനങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് നീ തിരിച്ചുവിടണേ അല്ലാ. ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമാക്കി പുണ്യഭൂമിയെ നീ മാറ്റണേ നാഥ. 4000 ആണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രാർത്ഥനയുടെ പരിണിതഫലമല്ലേ സുഹൃത്തുക്കളെ ഇന്ന് പരിശുദ്ധമായ മക്കയും മദീനയും അടങ്ങുന്ന ഹറം ഷരീഫ്, ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള ഭൂമി മാത്രമല്ല അറേബ്യൻ ഗൾഫ് മുഴുവനും ഇന്ന് ലോകജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടില്ലേ? ലോകത്ത് ഏത് മനുഷ്യനും അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കുകയാണ്, അങ്ങോട്ട് ഉറ്റുനോക്കുകയാണ്. അതിന് വിശ്വാസികളെന്നോ അവിശ്വാസികളെന്നോ ഉള്ള വ്യത്യാസമില്ല. വിശ്വാസികൾ അവരുടെ ഈമാനിന്റെ ഭാഗമായി, തഖ്വയുടെ ഭാഗമായി അവരുടെ ഹൃദയങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അവിശ്വാസികളാകട്ടെ അല്ലാഹു തആല അവിടെ അടക്കം ചെയ്തിരിക്കുന്ന ഭൗതികമായ സമ്പത്തിൽ കണ്ണുനട്ടുകൊണ്ടാണ് അവിശ്വാസികളായ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നത്. ലോകവൻ രാഷ്ട്രങ്ങളായ അമേരിക്കയും റഷ്യയും പോലും ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക രാഷ്ട്രങ്ങൾ മുഴുവനും അവരുടെയൊക്കെ ശ്രദ്ധാകേന്ദ്രം ഇന്ന് അറേബ്യൻ ഗൾഫാണ്. അവർക്കൊക്കെ ആവശ്യം ആ ഭൂമിയാണ്, അവർക്കൊക്കെ വേണ്ടത് അവിടുത്തെ ശ്രദ്ധയാണ്, അവിടെ ആ ഭൂമി കയ്യിൽ കിട്ടലാണ്. എന്താ കാരണം പ്രിയപ്പെട്ടവരെ? ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും വീട്ടുമുറ്റത്ത് നമ്മുടെ ഭൂമി അങ്ങ് കുഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് പച്ചവെള്ളമാണ്. ഒരുപക്ഷെ കുടിക്കാൻ പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ കുടിക്കാൻ യോഗ്യമല്ല എന്നിരിക്കും. അതേ സമയം അറേബ്യൻ ഗൾഫിലെ ഭൂമി അങ്ങ് കുഴിച്ചാൽ അവിടെ കിട്ടുന്നത് വെറും പച്ചവെള്ളമല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന വലിയ പെട്രോളാണ്, പെട്രോൾ ഡോളറുകൾ. സുബ്ഹാനല്ലാഹ്, ആധുനിക ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഉണ്ടല്ലോ. അമേരിക്കയിലെ അവരുടെ ഇന്ധനം, അവരുടെ എഞ്ചിനുകൾ, അവരുടെ മെഷീനുകൾ ചലിക്കണമെങ്കിൽ പെട്രോൾ വേണം. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പെട്രോൾ ആവശ്യമാണ്. പെട്രോളാണെന്ന് ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ലോകത്തിന്റെ സാമ്പത്തികമായ അതിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നത് പോലും പെട്രോളാ അല്ലെ? നമ്മൾ പറയും ഇന്റർനാഷണൽ വിപണിയിൽ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു, അപ്പൊ നമ്മുടെ മാർക്കറ്റ് കുറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില കൂടിയപ്പോ മാർക്കറ്റ് ഉയർന്നു. ഇങ്ങനെ ആഗോളതലത്തിൽ ആധുനിക രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക നിലവാരം പോലും നിർണ്ണയിക്കുന്നത് ആ പെട്രോൾ ഡോളറുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ പുണ്യഭൂമി ഏതൊരവസ്ഥയിലേക്ക് മാറ്റിയെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 4000 ആണ്ടുകൾക്ക് മുമ്പ് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ആ പ്രദേശം സുബ്ഹാനല്ലാഹ് ഇന്ന് ലോകജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. പരിശുദ്ധമായ പ്രാർത്ഥനയുടെ പരിണത ഫലമാണ് ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അല്ലാഹുവേ, ലോകജനങ്ങളുടെ ഹൃദയങ്ങളെ ഇവരിലേക്ക് നീ ആകർഷിക്കണേ അല്ലാ, ഇവരിലേക്ക് നീ തിരിച്ചുവിടണേ അല്ലാ. സുബ്ഹാനല്ലാഹ് അല്ലേ? അടിവരയിടേണ്ട വാക്കുകളാണ് സുഹൃത്തുക്കളെ. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം. അതുകൊണ്ട് അവസാനിച്ചോ ഇല്ല, വർസുഖുഹും മിനസ് സമറാത്ത്. കണ്ടോ? വർസുഖുഹും മിനസ് സമറാത്ത്. പടച്ചവനെ, ധാരാളം പഴവർഗ്ഗങ്ങൾ ഇവർക്ക് നീ കൊടുക്കണേ അല്ലാ, ധാരാളം പഴങ്ങൾ നീ കൊടുക്കണേ. നമ്മുടെ KMIC പെടുന്നവരൊക്കെ ചോദിക്കാം എന്തൊക്കെ ഫ്രൂട്ട്സാ തിന്നണമെന്ന്. സുബ്ഹാനല്ലാഹ്, പേരറിയാത്ത ഫ്രൂട്ട്സുകളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്ന ഗൾഫിൽ. എനിക്കറിയില്ല പല ഫ്രൂട്ട്സിന്റെ പേര്. തിന്നാലും തിന്നില്ലെങ്കിൽ ഈ മാർക്കറ്റിലൊക്കെ ചെന്ന് നോക്കിയാൽ ഏതൊക്കെ സൈസാ സുബ്ഹാനല്ലാഹ് സുഹൃത്തുക്കളെ, അല്ലേ? അറേബ്യൻ ഗൾഫിലെ, നമ്മുടെ ഗൾഫ് നാടുകളിലെ ഫ്രൂട്ട്സിന് ഒരു പ്രത്യേകമായ ഇതാണല്ലോ. എന്ത്, നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി നാട്ടിലെ ആപ്പിളിന് വില വെച്ചാൽ 200, 250, എത്ര ഇനി 350 കൊടുത്ത് മേടിച്ചു കൊണ്ടുവന്നാൽ വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ച് കഴിഞ്ഞാൽ വായിൽ വെച്ച് തിന്നാൻ പറ്റൂല, പോക്കായിരിക്കും. നല്ലൊരു ഫ്രൂട്ട്സ് നാട്ടിൽ കിട്ടും. എത്ര വിലയാണെന്ന് പറഞ്ഞാൽ ഇനി പുറം നന്നായാലും അകം പോക്കായിരിക്കും. ഇനി അകവും പുറം നന്നായാലോ ചിലപ്പോൾ വായിൽ വെച്ച് തിന്നാൻ പറ്റൂല, വിഷമായിരിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അതേസമയത്ത് ഗൾഫിൽ ഏത് സമയത്തും ഫുഡ്സിന് ഒരു പഞ്ഞമില്ല സുഹൃത്തുക്കളെ. അതിന് ഈ നാട്ടിൽ ഉണ്ടാകുന്നതായാലും ഉണ്ടാകാത്ത, ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന ഏതുതരം പഴവർഗ്ഗങ്ങളും അറേബ്യൻ ഗൾഫിൽ സുലഭമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എത്ര പാവങ്ങളായാലും ഇവിടെ വന്നാലും ഫ്രൂട്ട്സ് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ പോയി ആരെങ്കിലും കാശ് കൊടുത്ത് ഫ്രൂട്ട്സ് മേടിച്ച് തിന്നോ? മുതലാവോ നമുക്ക്? അത്രമാത്രം അല്ലാഹു തആല സുലഭമായി ഫ്രൂട്ട്സ് ഇവിടെ ഗൾഫ് നാട്. ഇപ്പൊ അറബികളൊക്കെ നമുക്കൊക്കെ അറിയാം, ഈ പെരുന്നാളിന് അവരുടെ പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ കൊണ്ടുവരുന്ന വീടുകളിൽ കൊണ്ടുവന്ന ഫ്രൂട്ട്സിന് വല്ല കണക്കുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഏതൊക്കെ സൈസ്, എന്തെല്ലാം തരത്തിലുള്ളത്. അല്ലാഹു തആല ചെയ്ത അനുഗ്രഹം. വർസുഖുഹും മിനസ് സമറാത്ത്. ആ പ്രാർത്ഥന എത്രമാത്രം അന്വർത്ഥമാണ്. ചെറിയ 2 വാക്കുകൾ. പടച്ചവനെ, ഇവർക്ക് ധാരാളം പഴം കൊടുക്കണേ അല്ലാഹ്. വർസുഖുഹും മിനസ് സമറാത്ത്. നമ്മുടെ തിരുവമ്പാടി അടിക്കുന്നുണ്ട് പേര്. മൂപ്പര് നിന്നിട്ടില്ലെങ്കിലും ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അടിച്ചു വിടണുണ്ട്. അതതിന് തിരുവമ്പാടിക്ക് കിട്ടണുണ്ടോന്നും അറിയില്ല, അല്ലാഹു അഅലം.
അപ്പോ ഇബ്രാഹിം അലിഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന എത്രമാത്രം അത് അന്വർത്ഥമായി. വർസുഖ്ഹും മിനസ് സമറാത്ത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. ഒന്ന്, ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം, ലോക ജനങ്ങളുടെ ശ്രദ്ധ ഇവിടേക്ക് നീ തിരിച്ചുവിടണേ അല്ലാഹ്. അത് ശരി, മാഷാ അല്ലാഹ്. തിരുവമ്പാടി എക്സ് ഗൾഫ 14 കൊല്ലം ഇവിടെ ഇരുന്ന അവരാണ്. വെറുതെ അല്ല ഇങ്ങനെ ഇരിക്കണേ. ഞാൻ നോക്കി വിചാരിച്ച് എക്സ് ഗൾഫ നമ്മുടെ പൂർവികനാണ്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. കേട്ടോ, ലോക ജനങ്ങളുടെ ശ്രദ്ധ നീ തിരിച്ചുവിടണേ, ഒരു പ്രാർത്ഥന. അതിന്റെ അവസ്ഥ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് വർസുഖ്ഹും മിനസ് സമറാത്ത്, അവർക്ക് നീ ധാരാളം പഴങ്ങൾ നൽകണേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല പ്രാർത്ഥന സ്വീകരിച്ചു. അവരുടെ പിൻഗാമികളായി ഇന്ന് അൽഹംദുലില്ലാഹ് ഈ നാട് സമ്പൽ സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ അല്ലേ ഒരു നാടാക്കി അല്ലാഹു തആല മാറ്റി. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. എത്രയോ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ അറേബ്യൻ ഗൾഫ് കൊണ്ട് ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സുഹൃത്തുക്കളെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അറേബ്യൻ ഗൾഫ് ഇന്നൊരു ആഗോള ഭൂമിയാണ് അല്ലേ. വൺ വേൾഡ് എന്ന് പറഞ്ഞാൽ ഏത് ലോകത്തുള്ള ഏത് രാജ്യത്തുള്ള ആളുകളെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ കാണാം. എല്ലാവരും ഇവിടം കൊണ്ട് ജീവിക്കുകയാണ്. അതിൽ അമേരിക്കക്കാരനുണ്ട്, ബ്രിട്ടൻകാരുണ്ട്, റഷ്യക്കാരനുണ്ട്, ഇന്ത്യക്കാരനുണ്ട്, ബംഗ്ലാദേശിയുണ്ട്, പാകിസ്ഥാനിയുണ്ട്, ദരിദ്രനാരായണന്മാരുമുണ്ട്, വലിയ പണക്കാരുമുണ്ട്, എല്ലാ ആളുകളുണ്ട്. ലോകം മുഴുവനും ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളും ഇവിടം കൊണ്ട് ജീവിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര സമ്പൽ. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ബുദ്ധിയും ചിന്തയും വിവേകവും നൽകുമാറാവട്ടെ. ഏതായാലും ആ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അല്ലേ. പോരെ, മണി 2:30 ഏകദേശം. ഭക്ഷണം കഴിച്ചിട്ടില്ല. അതിനിടയിൽ ചിലപ്പോൾ പലരും പോയി വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അല്ലെ, ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. അപ്പൊ ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഹാജിമാര് നാട്ടിൽ നിന്നൊക്കെ ധാരാളം ഹാജിമാര് നമ്മുടെ ഓരോരുത്തരുടെയും, ഒരുപക്ഷെ ഈ KMYC ഇരിക്കുന്ന ഏതൊരാളുടെയും കുടുംബത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന് ഒരാളെങ്കിലും ആ പുണ്യഭൂമിയിൽ എത്താത്തവരാരും ഉണ്ടാവില്ല. ഇന്നിപ്പോ സാർവത്രികമാണല്ലോ, എല്ലാ ആളുകളും ഇന്ന് അൽഹംദുലില്ലാഹ് ഹജ്ജിന് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് വളരെ കൂടുതലാണ്. കാശുണ്ടോ എല്ലാവർക്കും പോകാം. കാശ് ഒരു വിഷയമല്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകാൻ 3.5 ലക്ഷം 4 ലക്ഷം ഒക്കെ വേണം. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് അജ്മൽ. അല്ലേ, നാട്ടില് 3.5 4 ഒക്കെയാണ്. ഗൾഫിൽ നിന്ന് അതിനൊക്കെ കൂടുതലാട്ടോ. ഇപ്പൊ UAE എന്നൊക്കെ ഹജ്ജിന് പോകണമെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ സാധാരണ നോർമൽ പോക്ക് തന്നെ 27,000 28,000 ദിർഹമാണ്. 3:30 3:30 4 മണിക്കുന്നവരൊക്കെ ഉണ്ട്. 3:45 4 വരെയൊക്കെ ഉണ്ട്. ഏതായാലും ആയിക്കോട്ടെ. എന്നാലും ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, 2 സെന്റ് ഭൂമി വിറ്റാൽ മതി. എത്ര ഗതിയില്ലാത്തവരാണെന്ന് പറഞ്ഞാലും ഇപ്പൊ പല ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രായം ചെന്ന ആളുകളൊക്കെ ഇപ്പൊ അതാ ചെയ്യുന്നത്. അവരുടെ പേരിൽ 5 10 സെന്റ് രണ്ടങ്ങ് വല്ല കുഴപ്പമുണ്ടോ? പണ്ട് ഈ 10 സെന്റ് വിറ്റാലും ചിലപ്പോൾ കിട്ടൂല. അതാ ഇന്നത്തെ അവസ്ഥ. അപ്പൊ എല്ലാ നിലക്കും മനുഷ്യനിന്ന് വളർന്നു കഴിഞ്ഞ് ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള വഴികൾ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എളുപ്പമാക്കി തരുമാറാവട്ടെ. പോയവർക്ക് വീണ്ടും വീണ്ടും ആ പുണ്യഭൂമിയിൽ എത്താനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളമായി ഹജ്ജിന് വരുന്നുണ്ട്. അവരൊക്കെ വലിയ അവസരമാണ്, രോഗികളാണ്. പക്ഷെ എങ്കിൽ പോലും അല്ലാഹു തആല ഓരോരുത്തർക്ക് അവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഹിമ്മത്ത് അല്ലാഹു കൊടുക്കും അല്ലേ. ചിലർക്ക് ഇനി എത്ര രോഗിയാണ്, എത്ര അവശതയാണ്, പ്രായക്കൂടുതലാണെന്നൊക്കെ പറഞ്ഞാലും ചില ആളുകൾ ഒരു വിഷമവും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടക്കും. അതൊരു പ്രത്യേക മനസ്സിന്റെ ഒരു കരുത്താണ്. അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു ഹിമ്മത്ത്, ഖുവത്ത്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആരും നിരാശരായി പടച്ചവനെ എനിക്ക് ആ ഇബാദത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അത് സംതൃപ്തി ആയില്ലല്ലോ എന്ന ഒരു മനസ്സിന്റെ ഒരു ബുദ്ധിമുട്ട് ആർക്കും അല്ലാഹു വരുത്താതിരിക്കട്ടെ. റാഹത്തായി, മനസ്സമാധാനത്തോടെ, സംതൃപ്തിയോടെ അൽഹംദുലില്ലാഹ് ഞാൻ എല്ലാ കാര്യങ്ങളും റാഹത്തായി ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ എന്ന പ്രാർത്ഥനയോടുകൂടി തിരിച്ചു വരാൻ അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, നാം അറിയുന്നവരിൽ നിന്ന്, നമ്മുടെ സഹായികളും നമ്മെ സഹായിച്ച ആളുകളിൽ നിന്നൊക്കെ പോയവർക്കൊക്കെ അല്ലാഹു അതിനുള്ള എല്ലാ വഴികളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനി വേറെ പ്രത്യേകിച്ച് ലൈവൊന്നും ഇപ്പൊ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ അജ്മലി, നമ്മുടെ ദേവർശോല അബ്ദുസ്സലാം ഉസ്താദിന്റെ ഒരു നല്ല ഹജ്ജ് ക്ലാസ്, തജ്വീദ് ക്ലാസ് വരാനുണ്ട്. കുറച്ചുകൂടി കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുവരെയും
ഹജ്ജുമായി ബന്ധപ്പെട്ട നല്ലൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ് അതിന്റെ CD നമുക്ക് കേൾക്കാം. കാലികമായ വിഷയങ്ങളെക്കുറിച്ച് കേൾക്കുന്നതാണല്ലോ നല്ലത്. അത് എത്ര കേട്ടാലും നമുക്ക് അധികമായി പോകില്ല സുഹൃത്തുക്കളെ. കേൾക്കുന്ന നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കാം. പല പ്രാവശ്യം കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അത് നമ്മുടെ മനസ്സിൽ ഉറക്കും. പിന്നെ ഒന്ന് ഹജ്ജ് പോകാനുള്ള അവസരം കിട്ടിയാൽ സന്തോഷമായിട്ട് നമുക്ക് പോയി വരാം. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവസരങ്ങളിൽ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല എല്ലാ അഅ്മാലുകളെക്കുറിച്ചും നല്ല രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് അതിന്റെ ഹക്കായ രീതിയിൽ ചെയ്യാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.